ലോകത്തിൽ ഒരാൾക്കും ഇനി വിധി കൊടുക്കരുത് ഭഗവാൻ. അത് ആദ്യം ഉണ്ടാകാൻ പാടില്ല. ഒരമ്മക്കും അച്ഛന് മക്കൾക്കും ഇങ്ങനത്തെ ഒരു വിധി. എൻ്റെ അമ്മ വളരെ പാവായി പോയി. അതാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് കിടത്താൻ എൻ്റെ കുട്ടീനെ വിടൂലേ. അവനെന്തോ പേടിച്ചു പോയി. അത്രയും പാവാണ് എൻ്റെ കുട്ടി. ഇന്ന് വരയ്ക്ക് ഒരു പെണ്ണിനോട് ഒരാളോട് ഒരു മുഖം കറുപ്പിച്ച് ചീത്തത്തരത്തിലൊരു വർത്താനം എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല. ഈ 41 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരയ്ക്കും ഇന്നറിയണവരും എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടിലറിയ എൻ്റെ അമ്പലത്തിലുള്ള ആൾക്കാരെല്ലാവരും പറയും, കന്യൻ്റെ മോൻ നല്ലൊരു മോനാണ്, എല്ലാം കൊണ്ട് എൻ്റെ മോൻ നല്ല സുന്ദരനും നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണെന്ന് എൻ്റെ മോനെ കൊണ്ട് പറയുള്ളൂ. എല്ലാവരും ആരും എൻ്റെ മോനെ കൊണ്ട് അറിയണവരൊക്കെ ആരെക്കൊണ്ട് എൻ്റെ മോനെ അറിയണ ആരും എന്നെ കൊണ്ട് നന്മത് മാത്രമേ എൻ്റെ മോനെ കൊണ്ട് നന്മ മാത്രമേ പറയുള്ളൂ. ഇനി ഒരിക്കലും ഒരമ്മക്കും അച്ഛനും ഇത് വരരുത്. എൻ്റെ അച്ഛനും ഒരമ്മക്കും ഈ ഒരു യോഗം വരരുത്. അമ്മക്കും അച്ഛനും ഈ യോഗം പെണ്ണിനെ കണ്ടെത്താൻ വരെ അത് വേണം. അതിന് നല്ല ശിക്ഷ പെണ്ണിന് വാങ്ങി കൊടുക്കണം. അതിനെ പുറത്ത് വിടാക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞവൾ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം അവൾ വയ്യാലാക്കി. അവളെ കണ്ടെത്താൻ ഉള്ള എല്ലാ സഹകരണങ്ങളും വേണം. അല്ലാതെ അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടെ നിന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. എനിക്ക് പറയാനതുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനൊന്നും കഴിയണില്ല. എൻ്റെ ഇതൊക്കെ പോയി, എല്ലാ കാര്യങ്ങളും പോയി. എൻ്റെ കുട്ടീൻ്റെ ഇതുണ്ട്. ആകെ ഒരൊറ്റ പൈതലുള്ളൂ. ഈ പൈതല് മാത്രമേ ഞങ്ങളെ നോക്കാനുള്ളൂ. അതിനെയാണ് ഇപ്പൊ കൊണ്ടുപോയത്. ഈ ഒരു പൈതല് മാത്രമേ ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കാനുള്ളൂ. ഇന്ന മോന്